നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും പൊതുവെ പ്രചരിപ്പിച്ചു വരുന്ന ഒരു കാര്യം ഇതാണ്: സാധാരണക്കാർ പെൻഷന് അർഹരല്ല. അവർ ഒരു ജോലിയും ചെയ്യാതെ പെൻഷൻ വേണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാകട്ടെ 30 വർഷം സേവനം ചെയ്ത് മടുത്തതിന് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്, അത് ഞങ്ങൾ പിടിച്ചു വാങ്ങിയതാണ്. പക്ഷേ സത്യം എന്താണ്? സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷന് അർഹതയുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് എങ്ങനെയായിരുന്നു? അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു മാറ്റിവെച്ചായിരുന്നു കൊടുക്കേണ്ടത്. വികസിത പരിഷ്കൃത സമൂഹങ്ങളിലൊക്കെ സ്വകാര്യ മേഖലയോ പൊതുമേഖലയോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പെൻഷൻ ഫണ്ടുകളിൽ ചേർന്നാണ് പെൻഷന് അർഹരാകുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ളൊരു വ്യവസ്ഥ വരാനുള്ള സാഹചര്യം നമുക്കെല്ലാം അറിയാം. ആയുർദൈർഘ്യം വെറും 32 വയസ്സായിരുന്ന കാലത്ത്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പൊതുവെ കുറവായിരുന്ന അക്കാലത്ത് ഏറിയാൽ 5 അല്ലെങ്കിൽ 7 വർഷമൊക്കെ പെൻഷൻ കൊടുക്കേണ്ടി വരികയുള്ളൂ എന്ന യുക്തിയിലാണ് ശമ്പളത്തിൽ നിന്ന് പിടിച്ചു മാറ്റി വെക്കാതെ ഇന്നത്തെ വരുമാനത്തിൽ നിന്ന് പെൻഷൻ കൊടുത്തു വരുന്ന വ്യവസ്ഥ തുടങ്ങി വെച്ചത്. പക്ഷേ നമുക്കറിയാം, ഇന്ന് ആയുർദൈർഘ്യം ഇന്ത്യയിൽ 70 വയസ്സാണ്. കേരളത്തിലാകട്ടെ അത് 73 വയസ്സാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് 30 വർഷം ശമ്പളം വാങ്ങിയവർക്ക് അടുത്ത 30ഉം ഒരുപക്ഷെ 40ഉം വർഷം പെൻഷൻ എന്ന കള്ളപ്പേരിൽ ശമ്പളം കൊടുക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനെ എങ്ങനെയും താങ്ങി നിർത്തുന്നതിന് വേണ്ടിയുള്ള വാദങ്ങളാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരുമൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരാകട്ടെ സർവീസ് സംഘടനകൾ വഴി കോടികളാണ് നമ്മുടെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഒക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നത്. ഖജനാവ് നിരന്തരമായി കാലിയാക്കുന്ന ഈ വ്യവസ്ഥയെ അഴിച്ചു പണിയാതെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് പുതിയ ഒരു പെൻഷൻ വ്യവസ്ഥ കൊണ്ടുവരാതെ കേരളത്തിന് യാതൊരു തരത്തിലുള്ള മോചനവുമില്ല. അതാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ. സത്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ എത്രയോ യോഗ്യരാണ് സാധാരണ ജനങ്ങൾ. പെൻഷന് വേണ്ടി പെൻഷന് അവർക്ക് എത്രയോ അർഹതയുണ്ട്. സത്യത്തിൽ സ്കൂളിലും കോളേജിലും ഏറെക്കുറെ സൗജന്യമായി അവർ പഠിപ്പിച്ചു വിട്ടവരാണ് പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി 30 വർഷം ശമ്പളം വാങ്ങുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് 30ഉം 40ഉം വർഷം ശമ്പളം കിട്ടുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന വ്യവസ്ഥയെ അവർ താങ്ങി നിർത്തുന്നു. നേരെ മറിച്ച് ജീവിതം മുഴുവൻ അധ്വാനിച്ച് നികുതി കൊടുത്തവരാണ് സാധാരണ ജനങ്ങൾ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ ഒരു വർഷം 230 ദിവസമൊക്കെ ജോലി ചെയ്യുന്നുള്ളൂ. അതും നമുക്കറിയാം. ശരാശരി 6 മണിക്കൂറൊക്കെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് 13 മാസത്തെ ശമ്പളമാണ് ലഭിക്കുന്നത്. നേരെ മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം 300 ദിവസം, ഏറെക്കുറെ ശരാശരി 7 അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നവരാണ് സാധാരണ ജനങ്ങൾ. അവർ കർഷകരാകാം, ചെറുകിട കച്ചവടം നടത്തുന്നവരാകാം, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകാം. അവരാണ് മദ്യം കുടിച്ചും ഭാഗ്യക്കുറിയെടുത്തും പെട്രോൾ അടിച്ചും നമ്മുടെ ഖജനാവിലേക്ക് മുതൽ കൂട്ടുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതാവസാന കാലത്ത് പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ സമൂഹത്തിന് വളരെയധികമുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ യഥാർത്ഥത്തിൽ പെൻഷൻ കിട്ടാനുള്ള അർഹത സാധാരണ ജനങ്ങൾക്കാണ്. പക്ഷേ ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് 1600 രൂപ പെൻഷൻ യഥാർത്ഥത്തിൽ 2021 1600 വർദ്ധിപ്പിച്ചതാണ്. അതിൻ്റെ ഇന്നത്തെ മൂല്യം, അതായത് 2025 മൂല്യം 1303 രൂപ മാത്രമാണ്. അപ്പോൾ ഈ 1303 രൂപ മൂല്യമുള്ള 1600 രൂപ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സർക്കാർ പെൻഷൻ കമ്പനിയും ഒക്കെ രൂപീകരിച്ച് അതിന് ശ്രമിച്ചത്. കാരണം നമ്മുടെ നികുതി വരുമാനത്തിൽ നിന്ന് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല, അതിനവർക്ക് അവകാശമില്ലെന്നാണ്
സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. സർക്കാരിൻ്റെ സൗജന്യമാണ്, സൗമനസ്യമാണ് ക്ഷേമ പെൻഷൻ. നേരെ മറിച്ച് 30 വർഷം ശമ്പളം വാങ്ങിയവർക്ക് അവകാശമാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ഈ ശമ്പളം. അതായത് വന്ന് സാധാരണ ജനങ്ങൾ അധ്വാനിച്ച് നികുതി കൊടുത്ത് പുലർത്തി വന്നവർ ജോലിക്കാരായി. അങ്ങനെ കേരളത്തിലൊരു പുതിയ ബ്രാഹ്മണ വർഗം രൂപപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ 2012 എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞു. മാതൃഭൂമിയിൽ ഞാൻ എഴുതിയ പെൻഷൻ വേണ്ടത് പൊളിച്ചെഴുത്ത് എന്ന ലേഖനത്തിലെ ഒരു പ്രധാനമായ വാദം ഇതായിരുന്നു. കേരളത്തിൽ ഒരു പുതിയ ബ്രാഹ്മണ വർഗം ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. പണ്ടത്തെ വ്യവസ്ഥയിൽ രാജാവിൻ്റെ കടമ പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കുക എന്നതായിരുന്നു. അത് കഴിഞ്ഞ് മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്നതായിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരുമാണ്. അവരിൽ എല്ലാ ജാതിക്കാരും മതക്കാരും ഉണ്ട് എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. അപ്പോൾ അവരുടെ ഊട് കഴിഞ്ഞ് മിച്ചം വരുന്നില്ല. അവർക്ക് മിച്ചം എന്തെങ്കിലും ഉണ്ടോ എന്ന് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണക്കാരുടെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പെട്രോളിൻ്റെ മേലും മദ്യത്തിൻ്റെ മേലും സെസ് ഏർപ്പെടുത്തിയത്. ഇപ്പോഴും നമ്മുടെ സാധാരണക്കാർ ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും മദ്യം കഴിക്കുമ്പോഴും സെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പണം എവിടെ പോയി? അതിൽ നിന്നൊക്കെ ഉള്ള വരുമാനമൊക്കെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഈ വ്യവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുള്ള നീതിയുമില്ല. ഇതിനെ പൊളിച്ചെഴുതണം. ഇതിനു പകരം ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന വ്യവസ്ഥയിലേക്ക് മാറുകയാണ് കേരളത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കും എന്ന് മാത്രമല്ല, സാധാരണ കുടുംബങ്ങളിൽ വൃദ്ധജനങ്ങൾ അവർക്ക് വിലയുണ്ടാകും. അവർ ഇന്നിപ്പോൾ ഒരു ബാധ്യതയാണ്. പക്ഷേ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറുകയാണെങ്കിൽ അവർ ഒരു ആസ്തിയായി മാറും. അതോടുകൂടി കേരളത്തിലെ കടകമ്പോളങ്ങൾ ഉണരും, വിൽപ്പന വർദ്ധിക്കും. അതോടൊപ്പം കയറ്റർക്ക് വർദ്ധിക്കും, പ്രാദേശികമായ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിക്കും. അതോടുകൂടി സർക്കാരിൻ്റെ നികുതി വരുമാനവും വർദ്ധിക്കും. അപ്പോൾ കേരളത്തിൽ നിന്ന് നിലവിലിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാരം കൂടുതൽ കടമെടുക്കുകയോ കൂടുതൽ നികുതി പിരിക്കുകയോ അല്ല, അങ്ങേയറ്റം നീതിരഹിതവും യുക്തിരഹിതവുമായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ചൂഷണ വ്യവസ്ഥ അവസാനിപ്പിച്ച് എല്ലാവർക്കും നീതി കൊടുക്കുന്ന ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറുകയാണ്.